നമസ്കാരം. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് കഴിയുന്നത് വരെയുള്ള ഒരു രാഷ്ട്രീയ നിഗമനം എന്ന് പറയുന്നത് വടക്കൻ കേരളത്തിൽ UDFന് അനുകൂലമായ വലിയ ഒരു സാമുദായിക രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാകാം എന്നതുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിൽ ഒരുപക്ഷെ UDF 16-ൽ 16 സീറ്റുകൾ വരെ നേടിയേക്കാം. കോഴിക്കോട്ടും UDF സീറ്റ് വിഹിതത്തിൽ എണ്ണം വർദ്ധിപ്പിച്ചേക്കാം. ഒപ്പം വയനാടും ഒരുപക്ഷെ ആകെയുള്ള 3 സീറ്റുകളിൽ 3 നേടിയേക്കാം എന്നൊരു രാഷ്ട്രീയ വിശകലനം പുറത്തു വരികയുണ്ടായി. ഒപ്പം കോൺഗ്രസിൻ്റെ പരമ്പരാഗത ജില്ലയായ എറണാകുളത്തും ഒരുപക്ഷെ കോൺഗ്രസ് 14-ൽ 14 സീറ്റും നേടിയേക്കാവുന്ന ഒരു രാഷ്ട്രീയ സമവാക്യം രൂപപ്പെട്ടേക്കാം എന്ന രീതിയിലുള്ള ചർച്ചകൾ ഉരുത്തിരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും അപ്പോഴും കേരളത്തിലെ രാഷ്ട്രീയ വിശാരദന്മാരും നിരീക്ഷകരും ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. കോൺഗ്രസ് വടക്കൻ കേരളത്തിൽ നേടുന്ന ആ അപ്രമാദിത്വത്തെ ഒരുപക്ഷെ തെക്കൻ കേരളത്തിലെ വലിയ പ്രകടനം കൊണ്ട് LDFന് മറികടക്കാൻ കഴിഞ്ഞേക്കാം. എങ്കിൽ പോലും നേരിയ ഒരു ഭൂരിപക്ഷത്തിൽ LDF ഒരിക്കൽ കൂടി മൂന്നാമത് അധികാരത്തിൽ എത്തുവാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം തെക്കൻ കേരളത്തിൽ LDFന്റെ രാഷ്ട്രീയ സ്വാധീനം വെച്ചുണ്ടായേക്കാം എന്ന ഒരു രാഷ്ട്രീയ നിഗമനം പുറത്തു വരുകയുണ്ടായിട്ടുണ്ട്. പക്ഷേ സംഗതികളൊക്കെ സൂചിപ്പിക്കുന്നത് ഇലക്ഷന് ശേഷം ഉണ്ടായിട്ടുള്ള പോസ്റ്റ് പോളിംഗ് അനാലിസിസൊക്കെയും സൂചിപ്പിക്കുന്നത് തെക്കൻ കേരളത്തിലും UDFന് അനുകൂലമായ രാഷ്ട്രീയ വികേന്ദ്രങ്ങളും സാമുദായിക സന്തുലിതമായിട്ടുള്ള ചില വികേന്ദ്രീകരണങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിലെ മിക്ക ജില്ലകളിലും UDF അതിൻ്റെ പ്രകടനം മെച്ചപ്പെടുത്തും എന്ന രീതിയിലുള്ള രാഷ്ട്രീയ വിശകലനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയെക്കുറിച്ച് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു പക്ഷേ നിലവിലുള്ള കോന്നി സീറ്റ് LDF നിലനിർത്തിയേക്കാം എന്നതിനപ്പുറം ബാക്കിയുള്ള സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കാം എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്ന രീതിയിൽ അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ വിവരങ്ങൾ കിട്ടുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിലേക്ക് എടുക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ അമ്പലപ്പുഴ എന്ന് പറയുന്ന സീറ്റിൽ അവിടെ CPMന്റെ എക്കാലത്തെയും പ്രമുഖനായ നേതാവ് G. സുധാകരൻ UDF പിന്തുണയോടുകൂടി മത്സരിക്കുകയാണ്. അദ്ദേഹം അവിടെ വിജയിക്കും എന്ന വിശകലനം തന്നെയാണ് മിക്ക മാധ്യമങ്ങൾ നടത്തുന്നത്. മാത്രമല്ല അതിൻ്റെ ഒരു ഇഫക്റ്റ് തൊട്ടടുത്തുള്ള മണ്ഡലങ്ങളിൽ ഷാനിമോൾ ഉസ്മാൻ മത്സരിക്കുന്ന അരൂര് ഷാനിമോൾ ഉസ്മാൻ വിജയിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിച്ചേക്കാം. കുട്ടനാട് സീറ്റ് LDFന് നഷ്ടപ്പെട്ടേക്കാം എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ പുറത്തു വരികയാണ്. അങ്ങനെയാണെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ ഒരു 4-5 സീറ്റുകൾ UDF നേടി സീറ്റ് വിഹിതത്തിൽ LDFനേക്കാളും മുന്നിലെത്താൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായേക്കാം എന്ന ഒരു വിശദീകരണവും വിശകലനവും ഒക്കെ ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരുന്നു. അതായത് തെക്കൻ കേരളത്തിൽ UDFന് അനുകൂലമായിട്ട് അടിയൊഴുക്കുകൾ സംഭവിക്കുന്നു എന്ന് തന്നെയാണ് വിശകലനങ്ങളൊക്കെയും പുറത്തു വരുന്നത്. കൊല്ലം ജില്ലയിലെത്തിയാൽ അവിടെ മന്ത്രി പത്തനാപുരത്ത് ഗണേഷ് കുമാർ അട്ടിമറിക്കപ്പെടും എന്ന രീതിയിൽ വിശകലനങ്ങൾ വരികയാണ്. അവസാന പോൾ വിശകലനങ്ങളും വരുമ്പോൾ അവിടെ നേരിയ ഒരു ശതമാനം വോട്ടുകൾക്ക് ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാല വിജയിക്കുവാനുള്ള സാധ്യതകൾ പ്രാദേശിക മാധ്യമ റിപ്പോർട്ടർമാരുമായിട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ലഭിക്കുന്നുണ്ട് എന്ന ഒരു വിശകലനമുണ്ട്. മാത്രമല്ല ചടയമംഗലത്തേക്ക് വരികയാണെങ്കിൽ അത് CPയുടെ പരമ്പരാഗത സീറ്റാണ്. മന്ത്രി ചിഞ്ചുറാണിയാണ് അവിടെ മത്സരിക്കുന്നത്. അവിടെ എനിക്ക് ബന്ധുക്കളുള്ളതാണ്. അവിടെയുള്ള പ്രാദേശിക മാധ്യമങ്ങളും ബന്ധുക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴും അവിടെ MM നംസീർ UDFന് വേണ്ടി ആ സീറ്റ് പിടിച്ചെടുക്കുവാനുള്ള സാധ്യത തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. കുന്നത്തൂർ എടുക്കുകയാണെങ്കിൽ അവിടെ RSP കോവൂർ കുഞ്ഞുമോൻ അവിടെ അട്ടിമറിക്കപ്പെടും. അവിടെ ഉല്ലാസ് കോവൂർ വിജയിക്കും എന്ന രീതിയിലുള്ള സ്ഥിതിവിശേഷമാണ് കൊല്ലം ജില്ലയിൽ നിന്ന് ലഭിക്കുന്നത്. അതായത് സീറ്റുകൾ അധികം പിടിച്ചെടുക്കുവാനുള്ള സാധ്യത കൊല്ലം ജില്ലയിൽ വളരെയധികമുണ്ട്. ചവറ ഷിബു ബേബി ജോൺ RSPക്ക് വേണ്ടി ആ സീറ്റ് പിടിച്ചെടുക്കും എന്ന പ്രാദേശിക മാധ്യമ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത്. കൊല്ലം ജില്ലയിൽ തന്നെ ഒരുപക്ഷെ സീറ്റ് വിഹിതത്തിൽ UDF LDFനേക്കാൾ മുന്നിലെത്തുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്ന വിശകലനം തന്നെയാണ് പുറത്തു വരുന്നത്. തെക്കൻ കേരളത്തിൽ ഒരുപക്ഷെ LDFന് ഏറ്റവും കൂടുതൽ പ്രഹരമേൽക്കുവാൻ പോകുന്ന ജില്ല തിരുവനന്തപുരമാണ് എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം തിരുവനന്തപുരം ജില്ലയിലാണ് LDF അവസാന നിമിഷം പോലെ ഒരു അപ്രമാദിത്വം പ്രതീക്ഷിച്ചിരുന്നത്. അവസാന നിമിഷം വരെ ഈ പോസ്റ്റ് പോൾ റിപ്പോർട്ടൊക്കെ പുറത്തു വരുന്നത് വരെ 10 സീറ്റ് 14-ൽ 10 സീറ്റ് LDF പ്രതീക്ഷിച്ചിരുന്നു. എങ്ങനെ പോയാലും പക്ഷേ ഇപ്പോൾ കിട്ടുന്ന സ്ഥിതിവിവര കണക്കുകളനുസരിച്ച് ഒരുപക്ഷെ സീറ്റ് വിഹിതത്തിൽ 6-7 സീറ്റുകൾ നേടി UDF മേൽക്കൈ പുലർത്തും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ചില സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്ത്രങ്ങളൊക്കെ അവിടെ കോൺഗ്രസിന് UDFന് അതിനെ സഹായിച്ചിട്ടുണ്ട് എന്ന വിശകലനം വരികയാണ്. പ്രത്യേകിച്ചും വളരെ കൃത്യമായി തന്നെ നാടാർ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ പോസ്റ്റ് ചെയ്യാൻ മത്സരിപ്പിക്കുവാൻ നെയ്യാറ്റിൻകരയിലും കാട്ടാക്കടയിലും ഒക്കെ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമുദായത്തിൻ്റെ വോട്ട് വളരെ കണ്ണിങ് ആയിട്ട് വളരെ കൃത്യമായിട്ട് തന്നെ
വോട്ട് വിനിയോഗിക്കുന്ന ഒരു സമുദായമാണ്. ആ സമുദായത്തിന് വളരെ അധികം ശക്തമായ വോട്ട് ബാങ്കുകളുള്ള കാട്ടാക്കട, അരുവിക്കര, നേമം, പാറശാല മുതലായ മണ്ഡലങ്ങളിലെ വോട്ട് UDF വിജയിപ്പിക്കുമെന്ന വിശകലനം വരുന്നുണ്ട്. ഒപ്പം CSI സഭയുടെ തീരുമാനവും UDF അനുകൂലമായിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ടി പ്രവീൺ അദ്ദേഹത്തെ മത്സരിപ്പിക്കുവാൻ തമിഴ്നാട്ടിലെ സീറ്റിൽ മത്സരിപ്പിക്കുവാൻ കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു. ആ സീറ്റിൽ മത്സരിക്കുവാനുള്ള ഒരു തീരുമാനം കോൺഗ്രസ് എടുക്കുക വഴി, വിളവൻകോട് മത്സരിപ്പിക്കുവാനുള്ള തീരുമാനം കോൺഗ്രസ് എടുക്കുക വഴി അദ്ദേഹത്തിൻ്റെ ഈ CSI സഭയുടെ പിന്തുണ തെക്കൻ കേരളത്തിലെ നേമം, പാറശാല, അരുവിക്കര, നെയ്യാറ്റിൻകര തുടങ്ങിയ ജില്ലകളിൽ വളരെ കൃത്യമായി CSI സഭയുടെ വോട്ട് UDF ലഭിച്ചിട്ടുണ്ട് എന്ന വിശകലനം വരികയാണ്. അങ്ങനെയാണെങ്കിൽ ആ മണ്ഡലങ്ങളിലെയും ഫലം സ്വാധീനിക്കപ്പെടാം. ആ മണ്ഡലങ്ങളിൽ കുറച്ചധികം സീറ്റുകൾ തന്നെ UDF അനുകൂലമായി ലഭിച്ചേക്കാം എന്ന രാഷ്ട്രീയ വിശകലനങ്ങൾ പുറത്തുവരികയാണ്. പ്രത്യേകിച്ചും അരുവിക്കരയിൽ മത്സരിച്ച VS ശിവകുമാർ അദ്ദേഹം വളരെ വലിയ രീതിയിൽ ഇലക്ഷൻ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളാണ്. ഒപ്പം ഈ CSI നാടാർ വോട്ടുകൾ അനുകൂലമായി രേഖപ്പെടുത്തിയാൽ അദ്ദേഹം വളരെ കൃത്യമായ മാർജിനിൽ അവിടെ നിന്ന് വിജയിച്ചു വരുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം ശക്തൻ അദ്ദേഹം നെയ്യാറ്റിൻകരയിൽ നിന്നാണ് മത്സരിക്കുന്നത്. ഈ ഫോർമുലകളും ഈ ചേരുവകളും ശരിയാം വിധം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തൻ നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വരും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CSI സഭയുടെയും നാടാർ സമുദായത്തിൻ്റെയും ഒക്കെ വികേന്ദ്രീകരണം കോൺഗ്രസിന് അനുകൂലമായി ഉണ്ടാകുന്നതുകൊണ്ട് നെയ്യാറ്റിൻകരയിൽ നിന്ന് ശക്തൻ വിജയിച്ചു വരും എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് തിരുവനന്തപുരം ജില്ലയിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരും അവിടെ നിന്നുള്ള പ്രാദേശിക നേതാക്കന്മാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. അതുപോലെ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്ന ചിറയൻകീഴ് പോലും ഒരുപക്ഷെ രമ്യ ഹരിദാസ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ യുവമുഖം വിജയിച്ചു വരാനുള്ള സാധ്യതകൾ ആ മണ്ഡലത്തിൽ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ വാമനപുരത്ത് നിന്ന് സുധീർ ഷാ പാലോട് അട്ടിമറി വിജയം നേടിയേക്കാമെന്ന ചർച്ചകൾ വരുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിൻ്റെ ഒരു റിസൾട്ട് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ആദ്യത്തേത് പോലെ അവർ പ്രതീക്ഷിച്ചിരുന്നത് പോലെ, അഥവാ ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഇലക്ഷൻ കഴിയുന്നത് വരെ കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നത്, LDFും കോൺഗ്രസും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നത് കോൺഗ്രസ് സീറ്റ് വിധത്തിൽ 2 or 3 നേടി അവിടെ തൃപ്തരാകേണ്ടി വരുമെന്നാണ്. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകളൊക്കെയും സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് സീറ്റ് വിധത്തിൽ അവിടെ LDFിനേക്കാളും മുന്നിൽ വരുമെന്നാണ്. എന്തായാലും BJP ഇപ്പോൾ 2 സീറ്റുകളിൽ അവിടെ സാധ്യത നിലനിർത്തുന്നുണ്ട്. കഴക്കൂട്ടവും നേമവുമാണ് എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അവിടെ ന്യൂനപക്ഷ വോട്ടുകളുടെ വികേന്ദ്രീകരണം എങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും BJP സ്ഥാനാർത്ഥികളുടെ ഒക്കെ ഒരു വിജയം. പ്രത്യേകിച്ച് 35%-ലേറെ വോട്ട് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെതായി 2 മണ്ഡലങ്ങളിലും ഉണ്ട് എന്ന ഒരു വിശദീകരണം വരികയാണ്. BJPക്ക് മറ്റൊരു സാധ്യതാ മണ്ഡലമായിരുന്ന ആറ്റിങ്ങലിൽ ന്യൂനപക്ഷ വോട്ടുകൾ വളരെ കൃത്യമായി തന്നെ അവസാന നിമിഷം LDF സ്ഥാനാർത്ഥി അംബിയയ്ക്ക് വേണ്ടി വിനിയോഗിക്കപ്പെട്ടു. അതായത് കോൺഗ്രസ്സുകാരായ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ പോലും അംബിയയ്ക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി എന്ന ഒരു വിവരം ലഭിക്കുന്നുണ്ട് ആ മണ്ഡലത്തിലെ ആളുകളും സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ അംബിക ചെറിയൊരു മാർജിനിൽ വിജയിച്ചു വരും. കാരണം അംബിയയ്ക്കെതിരെ അവിടെ കുറച്ച് അധികം ആരോപണങ്ങളുണ്ട്. അവർ കൃത്യമായി MLA എന്ന രീതിയിൽ മണ്ഡലത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന ആരോപണങ്ങളുണ്ട്. എങ്കിലും നിലവിലെ സാഹചര്യം അനുസരിച്ച് OS അംബിക ആറ്റിങ്ങിൽ നിന്ന് വിജയിക്കുവാനുള്ള സാധ്യതയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. തൽക്കാലം ഈ വീഡിയോ ഇടുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.